എന്താണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്? പേരിൽ തന്നെ ഉണ്ട്. ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടുക, മിക്സ് ചെയ്യുക, ആഡ് ചെയ്യുക, ഒരുമിപ്പിക്കുക എന്നുള്ളതൊക്കെ മീനിങ് ആണ്. അപ്പൊ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രോവിംഗ് ക്രോപ്സ് ആൻഡ് റിയറിംഗ് അനിമൽസ് ടുഗദർ. അതായത് എന്താണ്, ക്രോപ്സ് വിളകളും അതുപോലെ തന്നെ അനിമൽസിനെയും ടുഗദർ ആയിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യുക, കൃഷി ചെയ്യുന്ന പരിപാടിയാണ് എന്ത്, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. സസ്യപരിപാലനത്തോടൊപ്പം എന്തിനേയും കൃഷി ചെയ്യുക, പക്ഷികളെയോ മത്സ്യങ്ങളെയോ മൃഗങ്ങളെയോ, അങ്ങനെ രണ്ട് ആംഗിൾ ഓഫ് പെർസ്പെക്റ്റീവില്. ഒന്ന് കൃഷി ഇവിടെ സാധാ പോലെ ചെയ്യുക, ഇപ്പുറത്ത് എന്ത് ചെയ്യുക, വല്ല കന്നുകാലികളെ പക്ഷികളെ എന്താണ് അല്ലെങ്കിൽ മത്സ്യങ്ങളെ അങ്ങനെ എന്തിനേലൊക്കെ വളർത്തുക. അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് വളർത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ സോ ദാറ്റ് വേസ്റ്റ് ഫ്രം വൺ ഈസ് യൂസ് ഫോർ അനദർ. ഒന്നിന്റെ വേസ്റ്റ് മറ്റേതിന് യൂസ് ചെയ്യാം. ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അതായത് ഒന്നിന്റെ അവശിഷ്ടം മറ്റേതിന് വളമായിട്ടോ തീറ്റയായിട്ടോ ഉപയോഗിക്കാം. ഇപ്പൊ നെൽകൃഷി ചെയ്യുമ്പോൾ അതിലുള്ള വൈക്കോലും പിന്നെ അതിലുള്ള തവിടും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കന്നുകാലികൾക്ക് കൊടുക്കാം. അപ്പൊ കന്നുകാലികൾക്ക് ഫുഡ് കിട്ടി, ഓല് ഹാപ്പിയാണ്. ഇനി കന്നുകാലിന്റെ വേസ്റ്റ്, കന്നുകാലിന്റെ ആ വളം ഉണ്ടല്ലോ, വളം, ആ ചാണകം നമുക്ക് എന്ത് ചെയ്യാം, ഈ നെൽകൃഷിയിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ നെൽകൃഷിക്ക് അതെന്താണ്, ഒരു ഫെർട്ടിലൈസർ ആണ്, ഒരു വളമാണ്. ഓക്കെ, അപ്പോൾ ഒന്നിന്റെ ബൈ പ്രൊഡക്റ്റ് മറ്റേതിന് എന്ത് ചെയ്യാം, ഫെർട്ടിലൈസർ ആയിട്ട്, വളമായിട്ടോ അല്ലെങ്കിൽ ഫീഡായിട്ടോ തീറ്റയായിട്ടോ ഉപയോഗിക്കാം. അപ്പൊ അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് കുറക്കാൻ പറ്റും, നഷ്ടം കുറക്കാൻ പറ്റും. മാക്സിമം എന്തുണ്ടാക്കാൻ പറ്റും, ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഒരു വിളയിൽ നഷ്ടമുണ്ടായാലും മറ്റുള്ളവരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങളൊരു ഐഡിയയിൽ എന്ത് ചെയ്താൽ മതി, എഴുതി കൊടുത്താൽ മതി. സോ വീണ്ടും കാണാം, നിങ്ങളുടെ സ്വന്തം അറക്കൽ.